ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്നും ക്യൂട്ടായിട്ടല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് വിൻറ്റേജ് ജേണൽ ട്രൈ ചെയ്യാം. ജേണലൊക്കെ പിന്നെ എന്നും വിൻറ്റേജ് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. ഒരു 30 A4 ഷീറ്റാണ് ഞാൻ എടുത്തേക്കണത്. അത് മടക്കി കഴിഞ്ഞാൽ ഒരു 60 പേജ് കിട്ടും നമുക്ക്. പിന്നെ നമ്മളൊരു ഗീവ് അവേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 15 തൊട്ടിട്ട് 30 വരെയുള്ള ഒരു ടൈം ഉണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ എനിക്കൊരു ഹാൻഡ് മെയ്ഡ് ഗ്രീറ്റിംഗ് കാർഡ് അയക്കണം. ഒരുപാട് വലിയ ഗ്രീറ്റിംഗ് കാർഡൊന്നും അയക്കരുത്. മാക്സിമം ഒരു 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ഗ്രീറ്റിംഗ് കാർഡ്സ്. അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 3 കാർഡ്സിന് നമ്മൾ ഹാൻഡ് മെയ്ഡ് ജേർണൽസും പിന്നെ കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ജേർണൽ സപ്ലൈസും അയച്ചു കൊടുക്കുന്നതാണ്. നോട്ട് ദ പോയിന്റ്, ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിരിക്കണം. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പ് തേടാം. എന്നാലും നിങ്ങൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ പുറത്ത് കുറേ സമയമൊന്നും കളയരുത് കേട്ടോ, പഠിക്കണേ. അപ്പോൾ കം ടു ദ പോയിന്റ്, നമ്മൾ പേപ്പറൊക്കെ സെൻറ്റർ മടക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കയ്യിലുള്ള പേപ്പർ ക്ലിപ്പ് ചെറുതായതുകൊണ്ടാണ് ആ ലോണ്ടറി ക്ലിപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നെവർ മൈൻഡ്. എന്നിട്ട് ഗ്ലൂ തേച്ചിട്ട് അവരവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും നമുക്ക് 2 കാർഡ്ബോർഡ് പീസ് എടുക്കാം. എന്നിട്ട് വേറൊരു പേപ്പറിൽ ആ കാർഡ്ബോർഡൊക്കെ ഒന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒന്നുമില്ലൂടോ, നമ്മൾ കുറേ ബുക്ക് വീഡിയോസ് ചെയ്തിട്ടില്ല, സെയിം പ്രോസസ്സ് തന്നെയാണ്. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്ന് അടയ്ക്കും തുറക്കുകയൊക്കെ ചെയ്ത് നോക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു വശപശ ഉണ്ടോ എന്നറിയാലോ. ഇനി വേണ്ടത് ഒരു ക്ലോത്താണ്. ഇതെന്ത് ക്ലോത്ത് എന്നല്ലേ? സോഫേൻ്റെ കവർ. ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫർണിച്ചർ കടയിൽ പോയിട്ട് ഒന്ന് കെഞ്ചിയാൽ മതി, സാധനം കയ്യിൽ കിട്ടിക്കോളും. ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പഴയ ജീൻസ് ഉണ്ടല്ലോ അതും യൂസ് ചെയ്യാം. പെട്ടെന്ന് പണി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഗ്ലൂ വാങ്ങിയതാണ്, പക്ഷെ അത് 8ൻ്റെ പണി തന്നത്. ഞാനത് പിടിച്ച് പ്രസ് ചെയ്തപ്പോൾ എൻ്റെ സൈഡിൽ കൂടെ കോട്ടയിട്ട് സാധനം പുറത്തേക്ക് വന്നു. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കലായി, വലിച്ചെടുക്കലായി. അയ്യോ, നമുക്ക് എന്നും നല്ലത് നമ്മുടെ ഫെവിക്കോൾ തന്നെയാണ്. ഫെവിക്കോൾ വെച്ചിട്ട് ഇത് സിമ്പിളായിട്ട് ഒട്ടാവുന്നതേ ഉള്ളൂ. കുറച്ചൊരു ടൈം എടുക്കും, എന്നാലും സിമ്പിളാണ്. ഇത്തിരി ടൈം എടുത്താൽ എന്താണ്, സൂപ്പർ ഗ്ലൂ കയ്യിൽ ആരെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. പിന്നെ ആ 4 എഡ്ജസ് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ ചട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പേജസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഒന്നുകൂടി ഗ്ലൂ തേച്ചിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാം. വേറെ സൂചി നൂലൊക്കെ വെച്ച് തുന്നണ ഒരു മെത്തേഡ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ചെയ്തത്. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്, ബുക്കിനെ ബുക്കാക്കണമല്ലോ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ 2 സൈഡും മാത്രം പശ തേച്ച് കൊടുക്കുക. ആ നടുവിലുള്ള ചെറിയൊരു പോർഷനില്ലേ, അവിടെ തേക്കേ വേണ്ട, ബുക്ക് പിന്നെ തുറയില്ല. അപ്പോൾ 2 സൈഡും നന്നായി പശ തേച്ച് കൊടുക്കുക. പശ തേച്ച് ഉടനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം തന്നെ തുറക്കുക. എന്നിട്ട് ഉള്ളിലുള്ള ബബിൾസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണേ. ഇതുവരെ ഉള്ളത് എൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിനൊരു വിൻറ്റേജ് ലുക്കൊക്കെ കൊണ്ടുവരണമല്ലോ, അതായത് അലങ്കോലപ്പണികൾ. അതിന് ഞാൻ നമ്മുടെ വീട്ടിൽ തവിട് കൊടുത്ത് മേടിച്ചൊരു കുട്ടിണ്ട് പറഞ്ഞില്ലേ, ആ കുട്ടീൻ്റെ കൈയും കാലും പിടിച്ചുകൊണ്ടുവന്നിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വെറുതെ കയ്യും കാലും പിടിച്ചാൽ മാത്രം പോരാ, കമ്മീഷനും കൊടുക്കണം. അപ്പോൾ ഈ ചാനലും നമ്മുടെ ഗീവ് അവേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് ചെയ്യണേ. ഓക്കെ.